ഇവരുടെ ലക്ഷ്യം ഇവരൊരു ചാവേറാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരു ചാര വനിതയാണിവര്. ഈ സ്ത്രീ ഒരു ബംഗ്ലാദേശിയുമായിട്ടായിരുന്നു രണ്ടാമത്തെ കൂട്ടുകച്ചവടം. ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിച്ചു, നിരാകരിച്ചു, അതല്ലെങ്കിൽ മറ്റൊരു മതത്തിലേക്ക് മാറിയും ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ ഞാൻ ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി 2018 അവസാനത്തോടുകൂടി ഇസ്ലാം എന്ന മതം ഉപേക്ഷിച്ച വ്യക്തിയാണ്. വെറുതെ അല്ല. അറബി കോളേജിൽ പഠിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ എഴുതി എൻ്റെ യോഗ്യത തെളിയിച്ച് സ്കൂളുകളിൽ പഠിപ്പിക്കുക കൂടി ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഓക്സ്ഫോർഡ് ഇന്റർനാഷണൽ സ്കൂൾ പോലെയുള്ള, കാർത്തിക തിരുനാൾ ലക്ഷ്മി പാർവതിഭായി മണക്കാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇന്ന് എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, എന്നെ ഇല്ലാതാക്കും എന്ന് ചാലഞ്ച് ചെയ്ത് ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് എനിക്കിന്ന് ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ അമരക്കാരോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒരു സ്ത്രീ, ഇവര് ഒരു സാധാരണ സ്ത്രീയല്ല. ഇവരുടെ ലക്ഷ്യം ഇവരൊരു ചാവേറാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരു ചാര വനിതയാണിവര്. ഈ സ്ത്രീ ഒരു ബംഗ്ലാദേശിയുമായിട്ടായിരുന്നു രണ്ടാമത്തെ കൂട്ടുകച്ചവടം. ആദ്യം ഒരാളെ വിവാഹം കഴിക്കുന്നു, അയാളെ ഡിവോഴ്സ് ചെയ്തെന്നോ ഫസക്ക് ചെയ്തെന്നോ ഒക്കെ പറയുന്നു, നമുക്കറിയില്ല. അങ്ങനെ ഒരു ബംഗ്ലാദേശിയുമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു മകൻ. ആ മകന് എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് എന്നതൊരു ചോദ്യമാണ്. രണ്ടാമതായിട്ട്, ഈ ബംഗ്ലാദേശി സാൽവ അഡ്വർടൈസിംഗ് ഏജൻസി എന്ന പേരിൽ ദുബൈയിൽ, ഇപ്പോഴത് നിലവിലില്ല, ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ വരുമാനം ഈ സ്ത്രീ വാങ്ങിയിരുന്നു. ആ കമ്പനി ഈ സ്ത്രീ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി അയാൾ ഈ സ്ത്രീയെ ഉപദ്രവിക്കുകയും അങ്ങനെ ഈ സ്ത്രീക്ക് നട്ടെല്ലിന് താഴോട്ട്, നടുവിന് താഴെ, അരയ്ക്ക് താഴോട്ടായിട്ട് ഒരു ഫ്രാക്ചർ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇവര് 2002 ഡിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. അതിനിടയിൽ ദുബൈയിൽ വെച്ചിട്ട് തന്നെ ഈ സ്ത്രീയെ വേശ്യാലയത്തിൽ നിന്ന് ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സമ്പത്ത് തട്ടിയെടുക്കാൻ, ബംഗ്ലാദേശിയുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി, അതുപോലെ ഓവർ സ്റ്റേ ചെയ്തതിന്റെയും ഫലമായിട്ട് ദുബൈ അൽ അവീർ ജയിലിൽ 65 ദിവസം കിടന്ന ഒരു സ്ത്രീയാണ് ഇവര്. എന്നിട്ട് CID-കളാണ് വ്യഭിചാരശാലയിൽ നിന്ന് ഇവര് കൊണ്ടുപോയ പെൺകുട്ടികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഷെഫീൽ എന്ന് പറയുന്ന ഒരു തൃശൂർ ജില്ലക്കാരനാണ് ഈ സ്ത്രീയെ ജാമ്യത്തിലെടുക്കുന്നത്. ഈ സ്ത്രീ ഒരു ബംഗ്ലാദേശിയുമായി ചേർന്ന് ആ ബംഗ്ലാദേശിയെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഒരു പൗരത്വം ഉണ്ടാക്കി കൊടുക്കാൻ ഈ സ്ത്രീ ശ്രമിച്ചിട്ടുണ്ട്. മൂത്ത മകന് 3 പാസ്പോർട്ട് ഉണ്ട്. ഈ അമ്മയ്ക്കും 2 മക്കൾക്കും ദുബൈയിൽ ട്രാവൽ ബാനിങ് ഉണ്ട്, അവരെ ഡിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ നാവായിക്കുളം പറകുന്ന് വില്ലേജില് 16 വർഷങ്ങൾക്കു മുമ്പ് 41 സെന്റ് സ്ഥലം ഈ ബംഗ്ലാദേശി എന്ന് പറയുന്ന ഇവരുടെ കൂട്ടുകച്ചവടക്കാരന് മാറ്റി എഴുതാനും അങ്ങനെ ഇവിടെ പൗരത്വം ഉണ്ടാക്കാനും ഇവിടെ സ്ഥലം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചത് ഈ സ്ത്രീയും ഈ സ്ത്രീയുടെ മാതാവായ സുൽഫത്ത് എന്ന സ്ത്രീയും ചേർന്നിട്ടാണ്. ഇവര് ഒരു ചാവേർ വനിതയാണ് എന്ന് പറയാൻ കാരണം, ഈ രാജ്യത്ത് ഒരു കലാപം ഉണ്ടാക്കുക, പരസ്പരം സ്പർദ്ധ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആദ്യമായി ഇവർ ക്ലബ് ഹൗസുകളിൽ വന്ന് മുഹമ്മദ് നബിയെ വളരെ മോശമായ രൂപത്തിലാണ് ഇവർ അഭിസംബോധന ചെയ്തത്. മുഹമ്മദ് നബി വ്യഭിചാരിയാണെന്നും മുഹമ്മദ് നബിയുടെ മാതാവായ ആമിന വെടിയാണെന്നും ആദ്യമായി വ്യഭിചാരം കണ്ടുപിടിച്ചത് തന്നെ നിന്റെയൊക്കെ ഇസ്ലാം മതമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഭാഷകളൊന്നും പുറത്തു പറയാൻ പറ്റിയ ഭാഷകളല്ല. മുറിയണ്ടികൾ എന്നാണ് മുസ്ലിങ്ങളെ ഇവർ അഭിസംബോധന ചെയ്തിരുന്നത്. ഖുർആനിനെ കുത്തുപുസ്തകം എന്നാണ് പറഞ്ഞിരുന്നത്. ക്ലബ് ഹൗസിൽ ഈ ഖുർആൻ കത്തിക്കാൻ ഇവർ ആഹ്വാനം ചെയ്തിരുന്നു. ഖുർആൻ കത്തിച്ച് ഇവരെയൊക്കെ അടിച്ചോടിച്ച് ഈ മുസ്ലിങ്ങളെയൊക്കെ കടലിൽ കൊണ്ടുപോയി തള്ളിയാലേ ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകൂ എന്ന് പറഞ്ഞ സ്ത്രീയുടെ
സകല ഡീറ്റെയിൽസും ഒരാളെ കാറിടിച്ച് കൊന്നതടക്കമുള്ള ഗൾഫിൽ വേശ്യാവൃത്തിക്ക് പിടിക്കപ്പെട്ട് ജയിലിൽ കിടന്നതടക്കമുള്ള സകല തെളിവുകളും മുസ്ലിങ്ങൾ പൊക്കിക്കൊണ്ടുവന്നപ്പോൾ ഇവൾ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി സംസാരിച്ചു തുടങ്ങി. പിന്നീട് ഇവർ നരേന്ദ്രമോദിയുടെ മാതാവ് വേശ്യയാണെന്നും നരേന്ദ്രമോദിയെ ബോംബ് വെച്ച് കൊല്ലുമെന്നുമൊക്കെ കണ്ണ് പൊട്ടിപ്പോകുന്ന, ചെവി അടച്ചു പോകുന്ന രൂപത്തിൽ തെറിവിളികളോടുകൂടി ആഹ്വാനം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇന്ന് ഇവർ ശ്രമിക്കുന്നത് ഇസ്ലാം വിട്ട ആളുകളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മതം ഉപേക്ഷിച്ച എൻ്റെ മതത്തോടുകൂടി മതവിശ്വാസിയായി ജീവിക്കുന്ന എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കി ആൾമാറാട്ടം നടത്തി ഈ സ്ത്രീയും തിരുവനന്തപുരം മണക്കാട് പരുത്തിക്കുഴി പള്ളിയിലെ സെക്രട്ടറിയും കൂടി ചെന്ന് സെക്രട്ടറി ആണോ അല്ലേ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കൂടെ പോലീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ ചെന്ന് അവരുടെ സ്വൈര ജീവിതം തടസ്സപ്പെടുത്തി. സ്വാഭാവികമായും ഇത് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും. അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങളും ഇസ്ലാം മതം വിട്ടവരും തമ്മിൽ ഒരു ക്ലാഷിനിടയാകും. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഇവർ വിദ്വേഷമാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവനും. അതുകൊണ്ട് ഇവരുടെ ഈ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ചെയ്യാനും ഈ സ്ത്രീയെ NIA കൊണ്ടുപോയി എന്താണോ ഇവർ ഈ രാജ്യത്ത് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ച് ഈ രാജ്യത്തിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പാവങ്ങളായ കുറച്ച് മുസ്ലിം തീവ്രതയുള്ളവർ ഇവർക്ക് പണം കൊടുക്കുന്നുണ്ട്. ഇവർ ആ രൂപത്തിൽ പണപ്പിരിവ് നടത്തുന്നുണ്ട്. യൂട്യൂബിന്റെ ചാനലിലൂടെ, കമ്മ്യൂണിറ്റി പോസ്റ്റുകളിലൂടെ ഇവർ ബാങ്ക് അക്കൗണ്ട് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഇട്ടുകൊടുക്കുകയും ഇവർക്ക് ഒരുപാട് ചാര ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിലൂടെ പണം തട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നോടുള്ള വിരോധം കാരണം ഒരുപാട് മുസ്ലിങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ മുസ്ലിങ്ങളുടെ പണം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കേണ്ടതുണ്ട്.